മമ്മൂട്ടി മോഹൻലാൽ ആരാധകർ ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്നത്. സിനിമയുടെ ആദ്യ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ മുതൽ തന്നെ ആരാധകർ ത്രില്ലിലാണ്. മോഹൻലാൽ മമ്മൂട്ടി കൂട്ടുകെട്ടിനൊപ്പം വലിയൊരു താരനിരയും സിനിമയിൽ എത്തുന്നതോടെ അത് സകല റെക്കോർഡുകളും തകർത്ത് മുന്നേറുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. ഇപ്പോഴിതാ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് പ്രൊഡ്യൂസർമാരിൽ ഒരാളായ സുഭാഷ്. 100 ദിവസത്തിലധികം സിനിമയുടെ ചിത്രീകരണം ഉണ്ടെന്നും 100 കോടി അല്ലെങ്കിൽ 90 കോടിക്ക് അടുത്തായിരിക്കും ചിത്രത്തിന്റെ ബജറ്റ് എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഓൺ എയർ കേരള എന്ന യൂട്യൂബ് ചാനലിനോടായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതികരണം. മാത്രവുമല്ല, നയൻതാര ഉണ്ടാകുമെന്നും വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊരു ത്രില്ലർ സിനിമയായാണ് ഒരുങ്ങുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, ചാക്കോച്ചൻ, നയൻതാര തുടങ്ങിയവർ ചിത്രത്തിലുണ്ട്. ഇപ്പോൾ ഷാർജ ഷെഡ്യൂളാണ് പൂർത്തിയായിരിക്കുന്നത്. ഇനി ശ്രീലങ്കയിലും ഇന്ത്യയിലും UK-യിലുമായി കുറച്ചധികം ഷെഡ്യൂളുകളുണ്ട്. വലിയ ചിത്രമാണ്. ഏകദേശം 100-150 ദിവസത്തെ ചിത്രീകരണമുണ്ട്. 100 കോടി അല്ലെങ്കിൽ 90 കോടി അടുത്തായിരിക്കും ചിത്രത്തിന്റെ ബജറ്റ്. വലിയ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നത്. ആ ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. രണ്ടുപേർക്കും തുല്യ റോളുള്ള ചിത്രമാണ് ഇത്. രണ്ടുപേരുടെയും ചിത്രമാണ് എന്ന് തന്നെ പറയാം. ജൂണിലാണ് സിനിമയുടെ കഥ കേൾക്കുന്നത്. ഏകദേശം 3 മണിക്കൂർ കൊണ്ടാണ് കഥ പറയുന്നത്. കേട്ടപ്പോൾ തന്നെ ഓക്കെ പറയുകയായിരുന്നു. ആൻഡ്രൂ ജോസഫ്, CR സലീം എന്നിവർ ചേർന്ന് ഒരു പ്രൊഡക്ഷൻ ഹൗസ് പോലെയാണ് സിനിമ നിർമ്മിക്കുന്നത് എന്നാണ് വീഡിയോയിൽ സുഭാഷ് പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ ഒന്നും പുറത്തു പറയാനായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം കമൽഹാസന്റെ തിരക്കഥയിൽ നിന്ന് വന്നതാണെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമ തികച്ചും വ്യത്യസ്തമായ തിരക്കഥയാണെന്നും ഇത് പൂർണ്ണമായും തൻ്റെ സിനിമയാണെന്നും മഹേഷ് നാരായണൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ബോളിവുഡിലെ പ്രശസ്തനായ സിനിമാറ്റോഗ്രാഫർ മനുഷ് നന്ദനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. ഹാപ്പി ന്യൂ ഇയർ, റോക്കി ഓർ റാണി കി പ്രേം കഹാനി, ഡെങ്കി തുടങ്ങിയ ബോളിവുഡ് സിനിമകൾക്കായി ക്യാമറ ചലിപ്പിച്ചത് മനുഷ് നന്ദനാണ്. സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. മാത്രവുമല്ല, ഡി-ഏജിംഗ് ടെക്നോളജി ഉപയോഗിക്കാനും ചിത്രത്തിന്റെ പ്രവർത്തകർക്ക് പദ്ധതിയുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഫ്ലാഷ് ബാക്ക് ചിത്രീകരിക്കാനാണ് ഡി-ഏജിംഗ് ചിത്രത്തിൽ ഉപയോഗിക്കുക. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഫ്ലാഷ് ബാക്ക് രംഗങ്ങളും ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുകയാണ് OTT പ്ലേ. റിപ്പോർട്ട് അനുസരിച്ച് സംഭവിച്ചാൽ ഡി-ഏജിംഗ് ആദ്യമായി മലയാളത്തിലും അത്ഭുതമാകും. എന്തായാലും 100 കോടിയുടെ അടുത്ത് ബജറ്റ് ഇട്ടിരിക്കുന്ന ചിത്രം തിയേറ്ററിൽ നിന്ന് കോടികൾ നേടും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്.